നമസ്കാരം, എല്ലാവർക്കും റീഡർ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഉള്ളതൊരു പാടത്താണ്. പാടത്ത് നമ്മളൊരു കൊയ്ത്ത് നടക്കുകയാണ്. ആ കൊയ്ത്ത് ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച ഇപ്പോൾ പുതിയ ജനറേഷന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊയ്ത്ത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് വേറൊരു കാഴ്ച കാണാനുണ്ട്. അതായത് നമ്മൾ ഈ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് ഉപകരണങ്ങളാണ്. അതായത് നമ്മൾ ഈ കൊയ്ത്ത് നടക്കുമ്പോഴും പിന്നെ കൊയ്യുന്നതിന് മുമ്പ് നമ്മൾ നിലം തരിശാക്കുന്നതിന് മുമ്പും നടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കാണിക്കാം. അതിനു മുമ്പ് എൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന കിണറാണ്. ഇതിന് ഏകദേശം 90 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നോക്കിക്കോ, ഇതാണ് ആ കിണർ. ഏകദേശം 90 വർഷം വരെ പഴക്കമുള്ള ഒരു കിണറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിക്കാം. പത്തായം. ആ പത്തായമാണ്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, അത് ഞാൻ കാണിക്കാം. നോക്കിക്കോ, ഇതാണ് ആ പത്തായം. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഒലക്ക. ഈ ഒലക്ക കൊണ്ടാണ് നെല്ല് കുത്തിയെടുക്കുന്നത്. പിന്നെ താഴെ പോയി ഇത് നിലം ഇതാക്കാൻ എന്താ അതിൻ്റെ പേര്? നിലംപൊളി എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ കാളക്ക് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നുകം. ഇതിൻ്റെ പേര് നുകം എന്നാണ്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അടുത്തതായിട്ടുള്ള സംഭവങ്ങളാണ് പറ. പിന്നെ ഇതിൻ്റെ പേരെന്താ? എടങ്ങാഴിയും പിന്നെ നാഴി. ഈ ചെറിയ സാധനത്തിൻ്റെ പേരാണ് നാഴി അല്ലേ? ഓക്കെ. അപ്പം ഇതിൽ നെല്ല് നിറച്ചാവുമ്പോൾ ഇത് ഇതാക്കുന്നതാ? ശരി, വലിച്ചിതാക്കുന്ന അല്ലേ? ലെവലാക്കി വിടുന്നത് ആ ഒരു സാധനം. ഇത് നെല്ല് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പണ്ട്. ഇപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വേറെയൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെ ആയില്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫുൾ മെഷീൻസാണ്. ആ മെഷീൻസൊക്കെ ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, പുതിയ മെഷീൻസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നെല്ല് കൊയ്ത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിക്കാം. നോക്കിയോ, ഉണ്ട് ചേട്ടോ മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കുട്ടന്നുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളി എന്താടാ, ചേട്ടോ മലയാളി പുലിയാടാ. അപ്പം ഞാനും അങ്ങ് കർഷകനാവാൻ പോവാണ്. അപ്പോൾ നൈസായിട്ട് ഞാനും ഒന്ന് അല്ലേ കുമാരടാ പൊളിക്കാല്ലേ നമുക്ക്? ഓക്കെ. അപ്പോൾ നമുക്ക് തകർക്കാം. കത്തി വിടറ, ചെരുപ്പ് വിടണം കേട്ടോ. ചെരുപ്പ് ഇട്ടിടാന്നൊക്കെ പറയുന്നുണ്ട്. ചെരുപ്പ് വേണ്ട. മണ്ണിൽ ചവിട്ടി പണിയെടുക്കണം അല്ലേ? അതെ. എവിടെ? ഇങ്ങനെയല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ ഞാനും ഇങ്ങനെ അല്ലേ? ആ ഇങ്ങനെ ഹലോ, മാറ്റം പറഞ്ഞു ഫോട്ടോ വെക്കുമ്പോ ഇത് എവിടെ വെക്കേണ്ടത്? ഇതെന്നാ ചോയ കെട്ടാക്കിയിട്ടാണ് അവിടെ വെക്കുന്നത് അല്ലേ? അത് കാണിച്ചടാ, അങ്ങോട്ടേക്ക് കാണിച്ച.
മണ്ണിൻ്റെ ഗന്ധമുള്ള സ്വർണം, അതാണ്. ശരിക്കും നമ്മളെ ഈ പുതിയ തലമുറ ഇതൊക്കെ കണ്ടു പഠിക്കണം. ഓരോ കർഷകൻ്റെയും വിയർപ്പാണ് നമ്മൾ അരിയായിട്ട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. വേർതിരിച്ചിട്ട് ഇത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനി ഇതാക്കാനുള്ളത്. മഴയായതുകൊണ്ട് ഇപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മഴ പെയ്തപ്പോൾ ഒന്ന് നിർത്തേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഞാനൊരു സാധനം കാണിക്കാം ഞങ്ങൾക്ക്. മെഷീനാണ്. ആ മെഷീൻ യൂസ് ചെയ്യുന്നത് നമ്മൾ നെല്ല് ഇപ്പോൾ ഇവിടുന്ന് പറിച്ചെടുത്ത നെല്ല് അവിടെ കൊണ്ടിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ഒരു മെഷീനാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ നെല്ല് മെതിച്ചെടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ മഴയൊക്കെ ഓണാക്കിയാ. അപ്പോൾ നമ്മൾ അവിടെ കറ്റ മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മെതിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് എന്താ പറയുക, നമ്മുടെ നാട്ടിലും നമ്മളെ എന്താ പറയുക എല്ലായിടത്തും കേരളത്തിൽ നിന്ന് തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രത്തേയുള്ളൂ നമ്മളെ ഇതാക്കൽ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് അത് മെതിക്കുന്നത് എന്നുള്ളത്. ഞാനും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിന്നൊരു ദിവസം ഒരു കർഷകനായതിൻ്റെ സന്തോഷം എൻ്റെ ഈ മുഖത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ. ഇത് എൻ്റെ നാട് ഭൂമി മലയാളം.